നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോക്ക് അബ്സർ സ്പ്രിംഗ് സപ്പോർട്ടർ, അതായത് ആ സ്പ്രിങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് നമ്മൾ ഫ്രണ്ട് വീലിലാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ഈ ഒരെണ്ണമല്ല രണ്ടെണ്ണം, ഇതിനു വേണ്ടി രണ്ടെണ്ണം ഉണ്ട്. അതുകൂടാതെ അത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 4 സിപ്പ് ലോക്ക് കണക്കുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് വണ്ടി പൊക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അതിനുവേണ്ടി ജാക്കി ഉണ്ട്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഇത് ഫ്രണ്ട് വീലിലാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ, 2 സൈഡും ഇടാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിൽ തന്നെ തുടങ്ങാം. നമ്മൾ വണ്ടി പൊക്കി വെച്ച് കഴിഞ്ഞു. നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്യാം. ശകലം വൈപ്സ് വെച്ച് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. സ്മൂത്തായിട്ട് കയറി പോകണമെങ്കിൽ നമ്മളിവിടെ ചെറിയൊരു ഒരു ഇത് കൊടുക്കണം, ഒരു ഫ്ലോ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നൈസിന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലും വൈപ്സ്, അതായത് ആ വെള്ളത്തിൻ്റെ ഒരു നനവ് ഇവിടെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയറി പോകുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ അവിടെ കുറച്ച് വൈപ്സ് ഒക്കെ ഇട്ടൊന്ന് തുടച്ച് ഒരു ഇച്ചിരി സ്മൂത്താക്കാം. ഈസി ടു ഇൻസ്റ്റാൾ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഈസി ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഇത് കയറുന്ന പോലെ ഇല്ലല്ലോ ദൈവമേ. ഈ സാധനം യൂണിവേഴ്സലാണ്, എല്ലാ വണ്ടിക്കും പറ്റുമെന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. നോക്കാം നമുക്ക്. കയറ്റിയില്ലെങ്കിൽ കയറിയില്ലെങ്കിൽ ഇടിച്ചു കയറ്റാം. വിചാരിച്ചത്ര ഈസി അല്ല ഗായ്സ്, ഇത് കയറുന്ന പോലില്ല. ഈ സിപ്പ് ലോക്ക് ഇതിൽ ലോക്ക് ചെയ്യാം. പെണ്ണുപിള്ളയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ സംഭവമാണ്. ഒരു സൈഡ് നമ്മൾ അത് സെറ്റാക്കിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഞാനൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇനി ഇത് വണ്ടി ഈ ജാക്കിയിൽ നിന്ന് ഇറക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് ഇത് അറിയാൻ വെക്കും. നമുക്ക് എന്തായാലും ജാക്കിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് നോക്കാം. മുകളിലോട്ട് കയറുന്നതിൻ്റെ അത്രയും പാടില്ല താഴോട്ടിറക്കാൻ. ഇല്ല ഗായ്സ്, അത് അതിൻ്റെ അകത്ത് കറക്റ്റ് ഫിക്സ് ആയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇത് ഭയങ്കര കംഫോർട്ടായിട്ടാണ് ഇരിക്കുന്നത്. കാര്യം 2 സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് ആ ഹോളിൽ കറക്റ്റായിട്ട് വീണാണ് ഇരിക്കുന്നത്. പിന്നെ എവിടെയും ഒരയുന്നതും കാര്യങ്ങളൊന്നും ഇല്ല, അല്ല ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് എങ്ങനെ വണ്ടി ഓടുമ്പോഴൊക്കെ അറിയാൻ വെക്കൂ. നമുക്ക് എന്തായാലും വണ്ടി ഓടുമ്പോൾ നോക്കാം. ഇപ്പം സെറ്റായിരിക്കുകയാണ്, മൂവ്മെൻ്റ് ഇല്ലാണ്ടാ, ടൈറ്റാണ്, നല്ല ടൈറ്റ്. അപ്പം ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലിട്ട് നോക്കിയാലോ അത്. അപ്പോൾ ഗായ്സ്, ആ ടയറും എയറിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്താലോ. നേരത്തെ നമ്മൾ ചെയ്ത സെയിം സംഭവം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നൈസിനൊരു വെള്ളമയം, അതായത് ഇത് വൈപ്സ് ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് തടക്കുമ്പോൾ തന്നെ ഒരു ചെറിയ വെള്ളത്തിൻ്റെ മയം വരും. അപ്പം ഇത് ഈസി ആയിട്ട് കയറിപ്പോവും. ഓക്കെ, നമുക്കപ്പോൾ ഇത് ക്ലീൻ ചെയ്യാം. നമ്മൾ അഥവാ കടയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവന്മാർക്ക് $10-30 അല്ലെങ്കിൽ $50 കൊടുക്കേണ്ടി വരും. ഇതിനാ നമ്മൾക്കറിയെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ ബെറ്റർ. അറിയത്തില്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അപ്പുറത്തെ സൈഡ് എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഓടുമ്പോൾ പൊട്ടിയതിൻ്റെ ഇടയ്ക്ക് കയറിയില്ലെങ്കിൽ കൊള്ളാം. ഓൾമോസ്റ്റ് കാണാൻ നമ്മൾ എല്ലാ സൈഡിലും ഇത് കണക്ക് തുടച്ചില്ലെങ്കിൽ പിന്നെ അവിടെ കയറുമ്പോൾ ഇതിലൊരു ഓയിൽ മയമുണ്ട്. ആ മയത്തിൽ അത് റബ്ബർ ആയതുകൊണ്ട് അത് പിടിച്ചിരിക്കും, പോത്തില്ല. ഇത് ജസ്റ്റ് ഒരു തെന്നി പോകാൻ വേണ്ടിയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ഇത് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ടൈറ്റായി പോകും. അതുകൊണ്ടാണ് താഴത്തെ ഷോക്ക് അബ്സറിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് പുഷ് ചെയ്താലേ അത് കയറത്തുള്ളൂ. നടുക്കൊക്കെ കൊണ്ടിട്ട് തള്ളിക്കഴിഞ്ഞാൽ കയറത്തില്ല. ഞാൻ നേരത്തെ നടുക്കൊക്കെ കൊണ്ടിട്ട് തള്ളി നോക്കി, പക്ഷെ കയറിയില്ല. ഇത് ആദ്യം ആ മോൾ ഭാഗം ഒന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ താഴത്തെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റാൻ പറ്റും. കാണാമല്ലോ. ഇങ്ങനെയാണ് ഇത് തള്ളി കയറ്റേണ്ടത്. ഇതുണ്ടോ ഇപ്പോൾ ഇതിൻ്റെ അത് ഇരിക്കുന്നുണ്ടോ, ആ മുകളിലത്തത് താഴെയും സെറ്റായിട്ടിരിക്കുന്നുണ്ടോ. ഇത് കണക്ക് തള്ളി പുഷ് ചെയ്ത് കയറ്റണം. ഞാൻ പറഞ്ഞില്ല, ആ ചെറിയൊരു വെള്ളം നനവ് ഉണ്ടെങ്കിൽ അത് ഓടിക്കയറും. കാണാനൊന്നും വയ്യ, സെറ്റായെന്ന് തോന്നുന്നു. ദൈവത്തിനറിയാം. വണ്ടി കട്ടറി വീഴുമ്പം പൊട്ടി എവിടെയെങ്കിലും കയറുമ്പോൾ അറിയാം നമുക്ക്. കറക്റ്റ് ആ ഈ ഇതിലൊന്നും ഒരയാതിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ഇതിൻ്റെ അടിപൊളി ഒരു ഹൈലൈറ്റ്. കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. നമ്മളെ ഈ വണ്ടി ജാക്കി വെച്ച് പൊക്കണം, അല്ലെങ്കിൽ പൊക്കി എയറിൽ നിർത്തിയിട്ട് ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഇത്രയും വെയിറ്റ് കിടക്കുന്നുണ്ട്, അതും കൂടെ അമുങ്ങിയാണ് ഈ സ്പ്രിങ് നിൽക്കുന്നത്. അപ്പം നമ്മളിത് എയറിലാക്കുമ്പം ആ സ്പ്രിങ് കുറച്ചും കൂടെ സ്മൂത്ത് ആവും. നമ്മളെ ഈ സാധനം നൈസിന് അതിലൂടെ പെട്ടെന്ന് എടുത്ത് കയറ്റി വെക്കാൻ പറ്റും. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജാക്കി ഇറക്കുമ്പം ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആവും ഇതുമായിട്ട്. അപ്പോൾ അതും നേരത്തെ കണക്കിതാ
അതിൻ്റെ അകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് എന്താണ് ജാക്കി താഴോട്ട് അഴിച്ചു നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളത് 2 ടയറിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, 2 ഷോക്ക് അബ്സർ സ്പ്രിങ്ങിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് അത് ഇരിക്കുന്നത്. നമ്മൾ ഈ സിപ്പ് ലൈൻ ഇട്ട് കൊടുത്തത് അഥവാ ഒരു ഇതുണ്ടെങ്കിൽ ഇളകി പോകാതിരിക്കാനാണ്. അവിടെയും അതിൻ്റെ അകത്തും ഇവിടെയും ഒരെണ്ണം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെവിടെയും തട്ടുകയൊന്നുമില്ല, നല്ല സ്പേസ് ഇട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന്. ചെറിയ ഹമ്പാണ്, എന്നാലും നമുക്കൊന്ന് കയറ്റി നോക്കാം. ഓ, നേരത്തെ ആ ഒരു പടക്കെന്ന് പറഞ്ഞുള്ള അടിയില്ല, ഒരു സ്മൂത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഇടുപ്പിനൊരു കനം കുറഞ്ഞു. ബാക്കില് സെയിം, ബാക്കില് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നു പടക്കം വന്ന് വീഴുന്നു. പക്ഷെ ഫ്രണ്ട് സീനില്ല, ഓക്കെയാണ്. ഈ സാധനത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സാധനം അടിപൊളിയാണ്. കാര്യം ഫ്രണ്ട് വീല് വന്ന് ഹമ്പിലൊക്കെ വീണിട്ട് പൊങ്ങുമ്പോഴത്തേക്ക് ആ ഒരു പതുക്കെ ആ ഒരു കനമില്ല, ടപ്പൊന്നും അടിക്കുന്നില്ല. പക്ഷെ ബാക്ക് നമുക്ക് ആ സെയിം ഹമ്പിൽ കയറുമ്പോഴത്തേക്ക് വന്ന് ടക്കെന്ന് അടിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം അടിപൊളിയാണ്, നല്ലോണം വർക്കാവുന്ന ഐറ്റം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.